നമ്മുടെ സിനിമാ നടൻ സുരേഷ് ഗോപി ഒരു ആക്ഷൻ ഹീറോയ്ക്ക് വേണ്ട ലുക്കും രീതികളും ഒക്കെയുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളികളുടെ ആക്ഷൻ ഹീറോ എന്ന പദവി അദ്ദേഹത്തിനെ തേടിയെത്തിയതും. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ ചിത്രമായ ഏക ലെവലിൽ തുടങ്ങി കമ്മീഷണറിലൂടെ എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഒരു ആക്ഷൻ ഹീറോയായി ഇടം പിടിച്ച വ്യക്തിയാണ് അദ്ദേഹം. അന്നൊന്നും പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിലില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ സ്നേഹിക്കാൻ മലയാളികൾ മടിച്ചതുമില്ല. പിൽക്കാലത്ത് ഈ ആക്ഷൻ ഹീറോ പരിവേഷം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയ നടനും സുരേഷ് ഗോപിയാണ്. സിനിമയ്ക്ക് ഉപരി സ്വന്തം ജീവിതത്തിലും അദ്ദേഹം ആക്ഷൻ ഹീറോ പരിവേഷം എടുത്ത് അണിഞ്ഞു തുടങ്ങി. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും താനൊരു ആക്ഷൻ ഹീറോ ആണെന്ന് സുരേഷ് ഗോപി അങ്ങ് കരുതി. പക്ഷേ ജനങ്ങളത് അംഗീകരിക്കുമോ? ജനപ്രിയനായ ഒരു നടൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തിലും ഹീറോ ആകുന്നത് പുതുമയല്ല. പക്ഷേ ആക്ഷൻ ഹീറോ ആകുന്നത് തികച്ചും പുതുമ തന്നെയാണ്. ഇപ്പോഴിതാ ഒരു BJP നേതാവായി, BJPയുടെ പാർലമെന്റ് മെമ്പറായി, BJP മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ ഒന്നു മാത്രം മാറിയില്ല: സുരേഷ് ഗോപിയുടെ ആക്ഷൻ ഹീറോ വിചാരം. താനിപ്പോഴും കേരളത്തെ മൊത്തം പ്രതിനിധീകരിക്കുന്ന ഒരു ആക്ഷൻ ഹീറോ ആണെന്ന് പുള്ളി കരുതുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ കേരളത്തെ മൊത്തം പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ പുള്ളി കരുതുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. താൻ മന്ത്രിയേക്കാൾ ഉപരി ഒരു ആക്ഷൻ ഹീറോ ആണെന്നാണ്. അതാണ് പ്രശ്നം. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആക്ഷൻ, സംസാരം മുഴുവൻ കൃത്രിമത്വം നിറഞ്ഞത്, മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ആക്ഷൻ, സംസാരത്തിനിടയിൽ പഞ്ച് ഡയലോഗുകൾ മനഃപൂർവ്വം ഉൾപ്പെടുത്തിയ ഷോ. സത്യം പറഞ്ഞാൽ പുള്ളി ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത് എന്ന് തോന്നും. കൂടെ നിൽക്കുന്നവർ പോലും ഇതെന്താ ഇദ്ദേഹം ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് ചിലപ്പോഴൊക്കെ പുള്ളിക്കാരൻ്റെ പ്രവൃത്തി. രാഷ്ട്രീയം നോക്കാതെ കേരളത്തിലെ ജനങ്ങൾ ഒരേ മനസ്സോടെ സിനിമയിൽ സ്ഥാനം ഉറപ്പിച്ചു നൽകിയ വ്യക്തിയാണ് സുരേഷ് ഗോപി. പക്ഷേ ഇപ്പോഴത്തെ പ്രവൃത്തികളൊന്നും അങ്ങനെയല്ല. തൻ്റെ അനുയായികളായ സംഘികൾ സുഖിക്കണം, അവരുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം, അവർ രോമാഞ്ചം കൊണ്ട് വീർപ്പ് മുട്ടണം. ഇതൊക്കെയാണ് പുള്ളിയുടെ ചിന്ത. അത്തരത്തിലൊരു പ്രത്യേക ആക്ഷനായിരുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ സുരേഷ് ഗോപി കാഴ്ചവെച്ചത്. അതും തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ MP കനിമൊഴി കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്തായിരുന്നു ആ പ്രത്യേക ആക്ഷൻ എത്തിയത്. എന്തായാലും ലോക്സഭയിലെ ക്യാമറയിൽ അത് കൃത്യമായി പതിഞ്ഞു. രാജ്യത്തെ ജനങ്ങൾ മുഴുവനും അത് കാണുകയും ചെയ്തു, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്കാർ. എന്തായാലും കേരളത്തിലെ ഒരു MP യെ, അതും BJP MP യെ തമിഴന്മാർ വാരിയിട്ടലക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. മലയാളത്തിലൊരു പഴമൊഴിയുണ്ട്: എന്തരോ ചെയ്യാത്തവൻ എന്തരോ ചെയ്തപ്പോൾ എന്തരോ കൊണ്ട് ആറാട്ട് എന്ന്. ലോക്സഭാ MP യായി, കേന്ദ്രമന്ത്രിയായി പാർലമെന്റിലിരിക്കുന്ന സുരേഷ് ഗോപിക്ക് കേരളത്തെ പറഞ്ഞപ്പോൾ പുച്ഛം. സുരേഷ് ഗോപിയുടെ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ പുച്ഛം, പരിഹാസം, പിന്നെ നീട്ടിയൊരു തുപ്പും. പാർലമെന്റിലായതുകൊണ്ടാകും പുച്ഛം മാത്രമേ വെളിപ്പെട്ടുള്ളൂ. പരിഹാസവും നീട്ടിയൊരു തുപ്പുമൊക്കെ മനസ്സിൽ ചെയ്ത് കാണും. അങ്ങനെ തുപ്പരുത് സുരേഷ് ഗോപി, തുപ്പി പഠിക്കരുത്. കനിമൊഴി പറഞ്ഞത് കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. നിങ്ങൾക്കത് പരിഹാസമായി തോന്നിയെങ്കിൽ നിങ്ങളൊരു മൂന്നാംകിട BJP പ്രവർത്തകനായി അധപ്പതിച്ചു എന്ന് സാരം. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് മറ്റൊരു സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. സുരേഷ് ഗോപിയെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയാക്കിയ ഷാജി കൈലാസ് തന്നെ സംവിധാനം ചെയ്ത കടുവയിലെ ഒരു ബൈബിൾ വചനം: നീ ചെയ്തതിനൊക്കെയും നിന്നോട് ഞാൻ പകരം ചോദിക്കും. തമിഴ്നാട് ഇപ്പോൾ പകരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇറങ്ങുന്ന ട്രോളുകളിൽ മുഖ്യ കഥാപാത്രം സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ ആ പ്രത്യേക ആക്ഷനാണ്. കഴിഞ്ഞ ദിവസം ഈ ആക്ഷൻ നടക്കുന്ന സമയത്ത് പാർലമെന്റിൽ വച്ച് തന്നെ കനിമൊഴി ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിക്ക് മറുപടി നൽകിയിരുന്നു. എങ്കിലും അത് ഉഗ്രരൂപം പ്രാപിച്ചത് ഇപ്പോഴാണ്. കേരളത്തെ പറഞ്ഞാലും തമിഴ്നാടിനെ പറഞ്ഞാലും പുള്ളിക്കുണ്ടാകുന്ന പുച്ഛത്തിന് തമിഴന്മാരുടെ കയ്യിൽ നിന്ന് നല്ല മറുപടികൾ തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും പുള്ളി അത് ചോദിച്ചു വാങ്ങിയതാണെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഒരാവശ്യവുമില്ലാതെ സ്വന്തം നാടിനെ പറ്റി പറയുമ്പോൾ ഒരുമാതിരി ഇളിഞ്ഞ ചിരിയും ചിരിച്ച് പുച്ഛിക്കുന്ന സ്വഭാവം അത്ര നല്ലതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. DMK MP കനിമൊഴിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും തമ്മിലുള്ള പാർലമെന്റിൽ നിന്നുള്ള രംഗങ്ങൾ ഇപ്പോൾ വൈറലാണ്. തമിഴ്നാടിനെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധത്തിൽ വലയ്ക്കുകയാണെന്ന ആരോപണം സഭയിൽ നടത്തുന്നതിനിടെ കനിമൊഴി കേരളത്തെക്കുറിച്ചും പരാമർശിച്ചതാണ് സുരേഷ് ഗോപിയുടെ തനി സ്വഭാവം പുറത്ത് ചാടിപ്പിച്ചത്. തമിഴ്നാടിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് കേരളത്തിനെന്നുമായിരുന്നു കനിമൊഴിയുടെ പരാമർശം.
ഇത് കേട്ടതും മറുവശത്തിരിക്കുകയായിരുന്ന സുരേഷ് ഗോപി ഒരു പരിഹാസ ചിരിയും ചിരിച്ചുകൊണ്ട് കൈമലർത്തി കാണിക്കുകയായിരുന്നു. ഇത് കനിമൊഴിയെ അങ്ങ് പ്രകോപിപ്പിച്ചു. കൃത്യമായുള്ള മറുപടി തന്നെയാണ് ആ സമയത്ത് കനിമൊഴി നമ്മുടെ ഗോപിക്ക് നൽകിയത്. അതെ സാർ, നിങ്ങളിപ്പോൾ 2 കൈയും മലർത്തി കാണിച്ചില്ലേ, അതുപോലെയാണ് കേന്ദ്ര സർക്കാരും ഞങ്ങളെ നോക്കി കൈ മലർത്തുന്നത്. ഇങ്ങനെയായിരുന്നു കനിമൊഴി പ്രതികരിച്ചത്. ചമ്മിയില്ലേ? ചമ്മി, നന്നായി ചമ്മി. ആ ചമ്മൽ മറക്കാനാകണം കനിമൊഴിയുടെ മറുപടിക്ക് സുരേഷ് ഗോപി പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും കൈ മലർത്തി കാണിക്കുകയായിരുന്നു. ഇയാളുടെ സ്വന്തം നാടിനെ പറ്റിയല്ലേ പറഞ്ഞത്? അതിനെന്തിനാ ഇയാൾ ഇങ്ങനെ കാണിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം? DMK MP കനിമൊഴി മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചു കാണാം. അല്ല, കനിമൊഴിയല്ല, ആരായിരുന്നാലും ഇങ്ങനെ വിചാരിക്കൂ. കുറച്ചെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ സുരേഷ് ഗോപി അങ്ങനെ ചെയ്യുമോ? പ്രളയവും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ എയർലിഫ്റ്റിന് ചെലവായ തുക കേരളം തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. 2019 2ാം പ്രളയം മുതൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതത്തിലെ രക്ഷാപ്രവർത്തനം വരെയുള്ളതിൻ്റെ തുകയാണ് അടയ്ക്കേണ്ടത്. ഈ വകയിൽ സംസ്ഥാനം 132 കോടി 62 ലക്ഷം രൂപ ഉടൻ നൽകണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുകയും ചെയ്തു. ഒക്ടോബർ മാസത്തിൽ നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നത്. 2019 പ്രളയത്തിലും വയനാട് ഉരുൾപൊട്ടലിലും വ്യോമസേന എയർലിഫ്റ്റിംഗ് സേവനം നൽകിയിരുന്നു. SDRFിൻ്റെ നീക്കിയിരിപ്പിൽ നിന്നാണ് വലിയ തുക കേന്ദ്രം തിരിച്ചു ചോദിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ നിരവധി പേരെ സൈന്യം എയർലിഫ്റ്റിംഗ് വഴി പുറത്തെത്തിച്ചിരുന്നു. ആദ്യ ദിനം വ്യോമസേന നടത്തിയ സേവനത്തിന് 8,91,23,500 രൂപ നൽകണമെന്നാണ് കണക്ക് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ വയനാട്ടിൽ നടത്തിയ സേവനത്തിന് ആകെ 69,65,46,417 രൂപ നൽകണമെന്നർത്ഥം. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള BJP MPമാരും പിന്നെ ഇവിടുത്തെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കുറേ BJP നേതാക്കളുമൊക്കെ കേരളത്തിന് വേണ്ടി എന്തോ ചെയ്തെന്നാണല്ലോ പറയുന്നത്. ഇതൊക്കെയാണ് ചെയ്തത്. ഏതൊക്കെ വിധത്തിൽ ദ്രോഹിക്കാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം കേരളത്തെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഇവരുടെ രക്തത്തിലുള്ള രീതിയെന്ന് തോന്നുന്നു. അതിനിടയിലാണ് ആക്ഷൻ ഹീറോയുടെ പരിഹാസ ആക്ഷൻ കൂടി പുറത്തു വരുന്നത്. എന്തായാലും കേരളക്കാർ പ്രതികരിക്കുന്നതിന് മുൻപ് തമിഴ്നാട് പുള്ളിക്ക് നന്നായി കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് സുരേഷ് ഗോപി തന്നെയാണ്. അത് പോസിറ്റീവായ കാര്യമൊന്നുമല്ല, വെറുതെ കനിമൊഴിയെ ചൊറിയാൻ പോയതാണ്. ഇപ്പോൾ തമിഴ്നാട്ടുകാരുടെ ട്രോളുകൾ ആവശ്യം പോലെ വാങ്ങിക്കൂട്ടുന്നുണ്ട് പുള്ളി. അല്ലെങ്കിലും പുള്ളിക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. ദീപാവലിക്ക് ചരിച്ച് കുത്തി നിർത്തി റോക്കറ്റ് വിടാതെ കുത്തനെ കുത്തി നിർത്തി റോക്കറ്റ് വിടുന്നത് പോലെയാണ് സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ. വളയാതെ തിരിയാതെ നേരെ മുകളിലേക്ക് പോകും. കുറേ ദൂരം മുകളിലേക്ക് പോയിട്ട് അതേപോലെ തിരിച്ച് താഴേക്ക് വരും. ചിലപ്പോൾ വിട്ടയാളിൻ്റെ തലമണ്ടയ്ക്ക് തന്നെ അത് വന്നിരിക്കും. അതുപോലെ സുരേഷ് ഗോപിയും മുകളിലേക്ക് വിടുന്ന കാര്യങ്ങളെല്ലാം നേരെ തിരിച്ച് സ്വന്തം തലമണ്ടയിൽ തന്നെ വന്ന് വീഴുകയാണ്. ഒന്നും ചോദിച്ചതുമില്ല, പറഞ്ഞതുമില്ല, വെറുതെ ഒരു ആക്ഷൻ. അതും സ്വന്തം നാടായ കേരളത്തെ പറഞ്ഞപ്പോൾ. തമിഴ്നാടിനെ പറ്റിയാണ് കനിമൊഴി സംസാരിച്ചതെങ്കിലും അനുബന്ധമായി കേരളത്തെയും കൂടി അവർ പരാമർശിക്കുകയായിരുന്നു. തമിഴ്നാടിനെ പോലെ തന്നെയാണ് കേരളത്തിനും സ്ഥിതി എന്നാണ് അവർ പറഞ്ഞത്. അതിനാണ് പുള്ളിക്കാരൻ ഇരുന്നു കൊണ്ട് ഒരു ഇളിഞ്ഞ ചിരി ചിരിച്ച് പരിഹസിക്കാൻ നോക്കിയത്. ഈ തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം ജനങ്ങളും BJP എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടിവെട്ടിക്കും. അതാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ആ സാഹചര്യത്തിലേക്കാണ് ആക്ഷനുമായി സുരേഷ് ഗോപി എടുത്ത് ചടിയതും തമിഴന്മാർ പൊക്കിയെടുത്ത് എയറിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നതും. വയ്യാത്ത പശു വേലിയാടാൻ പോയ മലയാളത്തിലെ പഴമൊഴി പോലെയുള്ള ഒരവസ്ഥയിലാണ് പുള്ളി ഇപ്പോൾ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ പ്രത്യേക ആക്ഷനും കാണിച്ച് നടക്കാൻ മാത്രമേ പുള്ളിക്ക് കഴിയുകയുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ആക്ഷൻ സിനിമയിൽ എടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. 20ഓളം ചിത്രങ്ങളിൽ അഭിനയിക്കാൻ താൻ തയ്യാറായി നിൽക്കുകയാണെന്നും സിനിമ എൻ്റെ ജീവശ്വാസമാണ് എന്നുമൊക്കെ പറഞ്ഞ സുരേഷ് ഗോപി ഇപ്പോൾ അതെല്ലാം മറന്ന മട്ടാണ്. കേന്ദ്ര സർക്കാർ വിടുന്നില്ല. ഇടയ്ക്ക് അഭിനയിക്കാൻ അനുമതി കിട്ടി എന്നൊക്കെ പറയുന്ന കേട്ടു. താടി വളർത്തി തുടങ്ങി എന്നൊക്കെയായിരുന്നു വാർത്തകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പാർലമെൻറ്റിലെ ആ വീഡിയോയിൽ താടിയുമില്ല, മുടിയും ആവശ്യത്തിനില്ല. അപ്പോൾ ഈ അടുത്തെങ്കിലും പുള്ളി സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഉടനെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒരു രാജി നമുക്ക് പ്രതീക്ഷിക്കാം.